ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ അംബ്രല്ല കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 75 സെൻറ്റിമീറ്റർ ഫാബ്രിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അരികു വശം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ശേഷം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 16 എടുത്തിരിക്കുന്നത്. രണ്ട് ഭാഗത്ത് അതുപോലെ 16 എടുത്തതിന് ശേഷം നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആക്കി കൊടുക്കാം. ഇവിടുത്തെ ഷോൾഡർ വന്നിട്ട് 6.5 ആണ്. അപ്പോൾ അതും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ സെയിം തന്നെ കൊടുക്കുന്നത് 6.5. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കാം. ഞാനിവിടെ 38 മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാൽഭാഗം 9.5 ആണ്, പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ്. ഹിപ്പ് റൗണ്ട് 9.5, അതുപോലെ സീം അലവൻസ് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് 13 എടുക്കുന്നുണ്ട്. അവിടെ നിന്നും 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് അലവൻസ്. നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് മുകളിലാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് അതൊരു കർവ് ഷേപ്പിലെടുക്കാം, അല്ലെങ്കിൽ അത് വല്ലാതെ അങ്ങനെ തൂങ്ങി കിടക്കും. ആം ഹോൾ റൗണ്ട് ഇനി അടയാളപ്പെടുത്താം. അതിനായിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി കാണുക. ആ മാർക്കിൽ നിന്നും ചെസ്റ്റ് ലൈനിൻ്റെ മാർക്കിലോട്ട് കർവ് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കിന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് ഇറക്കത്തിലും 3 ഇഞ്ച് വീതിയിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്കൊരു ബോക്സാക്കി മാറ്റിയതിന് ശേഷം ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ എനിക്ക് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കണം. ബാക്ക് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലൊന്ന് കുഴിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ സ്കേർട്ട് ഭാഗം ഉണ്ടല്ലോ, അത് വേറെ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ അതിൻ്റെ കുറച്ച് പീസ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ 4.5 ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4.5 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രൈറ്റ് ലൈനാക്കി മാറ്റി അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് സ്കേർട്ട് പാർട്ടിലുള്ള ഒരു പീസ് അവിടെ വെച്ച് തയ്ക്കുകയാണ് കേട്ടോ. ആ സ്ട്രൈറ്റ് ലൈനിൽ നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. സീം അലവൻസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ പീസിൽ വെച്ചിട്ട് ഒരു ഇഞ്ച് കൂട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നെക്ക് വീതി 3 ഇഞ്ചിലും നെക്ക് ഇറക്കം 4 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് ഒരു ബോക്സാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 6 ഇഞ്ചും കൂടെ 6.5 ഇഞ്ച് എടുത്തതിന് ശേഷം ആ 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് 6.5ക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്ന് കർവ് ചെയ്തെടുക്കാം. റൗണ്ടാക്കിയിട്ട് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്ക് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വീതി നെക്കിൻ്റെ വീതി അല്ല കേട്ടോ, ക്യാൻവാസിൻ്റെ വീതി 1 ഇഞ്ച്
അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇത് നമുക്ക് ഒരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം. സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് അയൺ ബോക്സ് വെച്ചിട്ട് ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വെച്ച് ഒട്ടിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഒട്ടിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വിട്ട് വരും, അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഫ്രണ്ട്സ്, സ്ലീവ് ചെയ്യാനായിട്ട് ഇവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. 10 ഇഞ്ച് വീതിയിലും പിന്നെ 18 ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ ഞാൻ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആം ഇറക്കം ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു കർവ് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ വീതി വന്നിട്ട് 5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഇതും കൂടെ കുഴിച്ച് വെട്ടാനുണ്ട്. അതിന് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് ഷേപ്പിലാക്കിയിട്ട് കുഴിച്ച് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്നും താഴോട്ടേക്ക് വീതി അടയാളപ്പെടുത്തിയില്ലേ, അവിടത്തേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. 2 പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ്. ഇനി നമുക്ക് ആ വരച്ചയിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ കട്ടിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് സ്റ്റിച്ചിങ് അടുത്ത പാർട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോ ഭാഗത്തും ഒരു അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് ആമോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 ലെയർ മാത്രം എടുക്കുക. എന്നിട്ട് ആ വരച്ചതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിലൂടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് F എന്നിട്ട് വെച്ചിട്ടുണ്ട് 2. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് 4 മടക്കിയതിന് ശേഷം പിന്നെ ഒരു അറ്റത്ത് നിന്നും നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ യോക്ക് പാർട്ട് വെച്ച് ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് ചെയ്തില്ലേ, അവിടെ നിന്നും നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും, ഞാനിവിടെ 28 എടുത്തിരിക്കുന്നത്, അത്രയും ലെങ്ത്ത് നമ്മൾ കുറച്ച് നീക്കി ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലൂടെ കട്ട് ചെയ്ത് മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് കുറച്ച് തുണി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ബാക്കി പീസ് ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിങ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഇതിൽ ഇട്ടിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.